നമസ്കാരം. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച ആ വലിയ മാറ്റം, അതെ, യു.ഡി.എഫ് അധികാരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലോ വാർത്താ ചാനലുകളിലോ നോക്കിയാൽ കാണാം, എവിടെയും ഈ വമ്പൻ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ്. അപ്പോൾ എന്താണ് ഈ മാറ്റത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം? ഇത് നമ്മുടെ സംസ്ഥാനത്ത് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ചരിത്രപരമായ ഭരണമാറ്റം, തെരഞ്ഞെടുപ്പിലെ കൃത്യമായ കണക്കുകൾ, നമ്മുടെ പുതിയ മുഖ്യമന്ത്രി, മന്ത്രിസഭയിലെ പുതിയ മുഖങ്ങൾ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ 5 ഉറപ്പുകൾ, ഒടുവിൽ വരും ദിവസങ്ങളിലെ നടപടികൾ, ഇത്രയുമാണ് നമ്മളിന്ന് പ്രധാനമായും നോക്കിക്കാണുന്നത്. ആദ്യം തന്നെ ഈ ചരിത്രപരമായ മാറ്റം എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. മെയ് 18-ന് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വലിയൊരു സത്യപ്രതിജ്ഞാ ചടങ്ങിലൂടെയാണ് ഈ മാറ്റം ഔദ്യോഗികമായത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും ശേഷം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന 3ാമത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഇതൊരു വലിയ മുന്നേറ്റമാണെന്ന് കാണാം. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം സംഭവിച്ചത്? ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, മാറ്റത്തിനു വേണ്ടിയുള്ള ജനങ്ങളുടെ അതിയായ ആഗ്രഹമാണ് ഈ ജനവിധി. പ്രത്യേകിച്ച് യുവാക്കൾക്കും അതുപോലെ മുൻകാലങ്ങളിൽ പിന്തള്ളപ്പെട്ടുപോയി എന്ന് തോന്നിയ സാധാരണക്കാർക്കുമിടയിലുള്ള ഒരു വികാരം. ഇതാണ് അടിസ്ഥാനപരമായി ഈ മാറ്റത്തിന് കാരണമായത്. അപ്പോ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ കണക്കുകളിലേക്ക് വരാം. അക്കങ്ങൾ എപ്പോഴും കൃത്യമായ ചിത്രം നൽകുമല്ലോ. ഈ കണക്കുകൾ നോക്കൂ. 140 അംഗ നിയമസഭയിൽ 102 സീറ്റുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് യു.ഡി.എഫ് അധികാരത്തിലെത്തിയത്. എൽ.ഡി.എഫ് 35 സീറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ ബി.ജെ.പി 3 സീറ്റുകൾ നേടി. 102 സീറ്റുകൾ എന്നത് തീർച്ചയായും വളരെ ശക്തമായ ഒരു ജനവിധി തന്നെയാണ്, അതിൽ സംശയമില്ല. ഇനി ഈ പുതിയ സർക്കാരിനെ നയിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയെ ഈ വലിയ വിജയത്തിലേക്ക് നയിച്ച പുതിയ മുഖ്യമന്ത്രിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിലൊരു രസകരമായ വസ്തുതയുണ്ട്. 61 വയസ്സുകാരനായ വി.ഡി. സതീശൻ 2001 മുതൽ തുടർച്ചയായി പറവൂരിൽ നിന്നുള്ള എം.എൽ.എ. ആണ്. എന്നാൽ അദ്ദേഹത്തിന്റെ 20 വർഷത്തിലധികം നീളുന്ന ഈ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ഭരണ ചുമതല ഏറ്റെടുക്കുന്നത്, അതും നേരെ മുഖ്യമന്ത്രിയായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അസാധാരണമായ രാഷ്ട്രീയ യാത്ര തന്നെയാണ്. എങ്ങനെയാണ് അദ്ദേഹം ഈ സുപ്രധാന സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം പാർട്ടിയെ താഴെ തട്ടിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആ മികച്ച പ്രവർത്തനങ്ങളാണ് യു.ഡി.എഫിനെ ഇത്ര വലിയൊരു വിജയത്തിലേക്ക് നയിച്ചതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ശരി, മുഖ്യമന്ത്രിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി കൂടെയുള്ളവരോ? പുതിയ സർക്കാരിന്റെ 21 അംഗ മന്ത്രിസഭയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആരാണ് ആ 21 പേരെന്ന് നോക്കാം. 14. ഈ സംഖ്യയ്ക്ക് ഇവിടെ വലിയൊരർത്ഥമുണ്ട് കേട്ടോ. 21 അംഗ മന്ത്രിസഭയിൽ 14 പേരും തികച്ചും പുതുമുഖങ്ങളാണ്. ആലോചിച്ചു നോക്കൂ, സംസ്ഥാന ഭരണത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഇത്രയധികം പുതിയ ആളുകൾ ഒന്നിച്ചു വരുന്നത് ഭരണത്തിൽ പുതിയ ആശയങ്ങളും വലിയ മാറ്റങ്ങളും കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മന്ത്രിസഭയുടെ മറ്റൊരു പ്രത്യേകത ഇതിലെ സന്തുലിതമായ പ്രാതിനിധ്യമാണ്. 2 വനിതകളും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള 2 അംഗങ്ങളും മന്ത്രിസഭയിലുണ്ട്. അതുപോലെ തന്നെ സഖ്യകക്ഷികളിലെ മുതിർന്ന നേതാക്കളായ പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് എന്നിവർക്കും കൃത്യമായ സ്ഥാനമുണ്ട്. അതായത് പുതുമുഖങ്ങളുടെയും അതുപോലെ നല്ല അനുഭവസമ്പത്തുള്ള മുതിർന്നവരുടെയും മികച്ച ഒരു കൂട്ടായ്മ. ഇനി നമുക്ക് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം. അതെ, യു.ഡി.എഫ് ജനങ്ങൾക്ക് നൽകിയ ആ 5 പ്രധാന ഉറപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അധികാരമേറ്റ ഉടൻ തന്നെ നടപ്പിലാക്കാൻ പോകുന്ന ഈ 5 ഗ്യാരണ്ടികൾ വളരെ നിർണായകമാണ്. 1. സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സൗജന്യ യാത്ര. 2. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ സ്റ്റൈപ്പൻഡ്. 3. ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിച്ചു. 4. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. 5. യുവസംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. ഇതുകൂടാതെ ആശാവർക്കർമാരുടെ ഹോണറേറിയം വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനവുമുണ്ട്. ഇനി ഒടുവിലായി നമ്മൾ നോക്കുന്നത് ഇനി എന്ത് എന്നുള്ളതാണ്. സത്യപ്രതിജ്ഞയും ആദ്യ മന്ത്രിസഭാ യോഗവുമൊക്കെ കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? അടുത്ത കുറച്ചു ദിവസങ്ങളിൽ കേരള ഭരണസിരാകേന്ദ്രത്തിൽ തിരക്കോട് തിരക്കായിരിക്കും. മെയ് 21-ന് പുതിയ എം.എൽ.എമാർ സത്യപ്രതിജ്ഞ ചെയ്യും. തൊട്ടടുത്ത ദിവസം
അതായത് മെയ് 22-ന് നിയമസഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് നടക്കും. പിന്നീട് മെയ് 29-ന് പുതിയ സർക്കാരിന്റെ നയങ്ങൾ വ്യക്തമാക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ട്. ഒടുവിൽ ജൂൺ 5-ന് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റും അവതരിപ്പിക്കും. എല്ലാം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേരളം കണ്ട പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾ. എന്നാൽ ഇവിടെ ബാക്കിയാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. സർക്കാരിന്റെ ഈ പുത്തൻ ഉറപ്പുകൾ സംസ്ഥാനത്തെ ശരിക്കും മാറ്റിമറിക്കുമോ? ഇത്രയധികം പുതുമുഖങ്ങളുള്ള ഒരു മന്ത്രിസഭയ്ക്ക് ജനങ്ങളുടെ ഈ വമ്പൻ പ്രതീക്ഷകളെ എങ്ങനെ വിജയകരമായി നേരിടാൻ സാധിക്കും? ഇതിനുള്ള ഉത്തരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് നേരിൽ കാണാം. ഈ ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭിച്ചെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്റ്റാർ ഹിന്ദീസിലേക്ക് സ്വാഗതം. ഓരോ ഭാഷയും ഒരു നക്ഷത്രം. ശക്തി, സത്യം, മാറ്റം എന്നിവയുടെ കഥകൾ നിങ്ങളുടെ ഭാഷയിൽ. സ്റ്റാർ ഹിന്ദീസ്, ഇന്ത്യയുടെ ഡിജിറ്റൽ നക്ഷത്രങ്ങൾ.